അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വരക്കൽ മക്കാം ഉറൂസുമായി ബന്ധപ്പെട്ട് ഒന്നോ രണ്ടോ ആളുകളുടെ സ്വയഷ്ട തീരുമാനപ്രകാരം കാട്ടിക്കൂട്ടിയുണ്ടാക്കിയ ഒരു പരിപാടി, ആ പരിപാടിക്ക് ശക്തമായ വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ നേതാക്കന്മാരായ നാസർ ബസി കൂടത്തായി, മാഹിനാജി അടക്കമുള്ള നമ്മുടെ സമുന്നതരായ നേതാക്കന്മാരൊക്കെ ഇടപെട്ടുകൊണ്ട് ഒരു ഉറൂസ് മുബാറക്ക് തീരുമാനിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട സമസ്തയുടെ സമുന്നതരായ നേതാക്കന്മാർ ഇടപെടുകയും വിദ്യാഭ്യാസ ബോർഡ് അടക്കം ഇടപെടുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ പരിപാടി അപ്പോൾ തന്നെ മഹാന്മാരായ നേതാക്കന്മാരുടെ അഭ്യർത്ഥന മാനിച്ചിട്ടാണ് അവർക്ക് വിട്ടിരിക്കുകയാണ്. അവർ തീരുമാനിക്കട്ടെ എന്ന് കരുതി അവർക്ക് വിട്ടു. അവർ അതിൽ ഉചിതമായ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. സ്വയം ഇഷ്ടപ്രകാരം ഒന്നോ രണ്ടോ ആളുകൾ കൂടി ഇരുന്നിട്ട് അങ്ങോട്ട് തീരുമാനിക്കുക. സമസ്തൻ്റെ കാര്യമായിട്ട് തീരുമാനിക്കാൻ ഒരാൾ രണ്ടാൾ, അവർക്ക് ഇഷ്ടപ്പെട്ടത് അവരുടെ സ്വന്തം വീട്ടിലോ കുടുംബത്തിലോ നടത്തുന്ന പരിപാടി പോലെ സമസ്തയുടെ പരിപാടി ആണ്ട് കാട്ടിക്കൂട്ടാമെന്നുള്ള ആ വ്യാമോഹത്തിനേറ്റ കനത്ത തിരിച്ചടിയാണ് ഇപ്പം നടന്നിട്ടുള്ളത്. ഷജറകൾക്ക് കാരണം അന്തമില്ലാതെ പലതും പറഞ്ഞുകൊണ്ട് നടക്കും. അവർക്ക് ആ ആളല്ലേ ഈ ആളല്ലേ എന്നൊക്കെ പലതും പറയും. വിവരദോഷം എന്നേ പറയാനുള്ളൂ. ഇവരെ കൊണ്ട്, അതായത് ഈ സ്വന്തം ഇഷ്ടപ്രകാരം ഞങ്ങൾ പരിപാടി നടത്തുന്നവരെ കൊണ്ട് തിരുത്തിയിലേ എന്ന് ചോദിക്കണില്ല. നാട്ടിൽ ഉസ്താദ് ചോദിച്ച മാതിരി തിരുത്തിയിലേന്ന് പറയാം. കാരണം ആദ്യത്തെ പ്രോഗ്രാമിൽ ബഹുമാനപ്പെട്ട പൂക്കോട്ട് സാഹിബ് ഉണ്ടായിരുന്നില്ലെന്ന് തോന്നുന്നു, ഓണംപള്ളി ഉസ്താദ് ഉണ്ടായിരുന്നില്ല, ബഷീർ ഫൈസി ദേശമംഗലം ഉണ്ടായിരുന്നില്ല. ഇവരൊക്കെ ഇപ്പോൾ പുതിയ പ്രോഗ്രാമിൽ വന്നിട്ടുണ്ട്. പിന്നെ പ്രസംഗത്തിൻ്റെ മുഖ്യ പ്രഭാഷകനായിട്ട് ഒരാൾ അതിൽ നിന്ന് അപ്രത്യക്ഷനായിട്ടുമുണ്ട്. പിന്നെ എല്ലാം മാറ്റണമെന്നുള്ള ചിന്തി അങ്ങനത്തെ ഒരു ആഗ്രഹം നമ്മുടെ പ്രവർത്തകന്മാർക്കില്ല, നേതാക്കന്മാർക്കും ഇല്ല. കാര്യങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കണം, ചർച്ച ചെയ്ത് തീരുമാനിക്കണം. അത് എന്ത് ചെയ്യണം? അങ്ങനെ ഒറ്റ അടിക്കുള്ള തീരുമാനം എടുക്കുന്ന ആളുകളെ ബോധ്യപ്പെടുത്തി കൊടുക്കണം എന്നുള്ളതാണ് നമ്മുടെ നേതാക്കന്മാർ ഉദ്ദേശിച്ചതും നമ്മുടെ പ്രവർത്തകന്മാർ നമ്മളെപ്പോലുള്ള ആളുകളും ഉദ്ദേശിച്ചതും അത് തന്നെയാണ്. അത് നടന്നിട്ടുണ്ട് 100%, ഒരു തർക്കമില്ല അതിൽ. അപ്പം അതിൻ്റെ ഒരു ഫലനമാണ് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ ബോർഡിൻ്റെ സമസ്തയുടെ സമുന്നതരായ നേതാക്കന്മാർ കൂടിയിരുന്നു കൊണ്ട് എടുത്തിട്ടുള്ള ഈ തീരുമാനം. ഇത് തന്നെയാണ് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയുടെ ഉറൂസ് മുബാറക്കുമായി ബന്ധപ്പെട്ട് നമുക്കൊക്കെ അറിയാം. ഉറൂസ് മുബാറക്ക് എവിടെയും നമ്മുടെ എല്ലാ പരിപാടികളിലും കാര്യമായി മുഖ്യ പ്രഭാഷണം കാര്യമായി എപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ളത് പൂക്കോട്ട് സാഹിബിൻ്റെയാണ്. പൂക്കോട്ട് സാഹിബിനെ പോലും വിളിക്കാതെയാണ് ആ പരിപാടി നടത്തിയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ അവരൊക്കെ ആ പരിപാടിയിലുണ്ട്. തിരുത്തേണ്ടവർക്ക് തിരുത്തി എന്ന് പറയാം, തിരുത്തിച്ചില്ലെന്ന് ചോദിക്കണില്ല, നാട്ടിക പറഞ്ഞതുപോലെ തന്നെ. അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ. ഇനിയെങ്കിലും അങ്ങനെയൊക്കെ ഒന്നും നല്ലതാണ്. ഇതിൻ്റെ മുമ്പ് ഒരു പരിപാടി ആസൂത്രണം ചെയ്തിരുന്നു, അത് ഇതേമാതിരി തന്നെ പാളിപ്പോയിട്ടുണ്ട്. ഇതൊക്കെ പാളുന്നത് എന്തുകൊണ്ടാണ്? ഒരിക്കലെങ്കിലും കണ്ടിട്ട് പഠിക്കാൻ ഇവരെ കൊണ്ട് കഴിയുന്നല്ലോ. കണ്ട് ഇവരറിയുന്നില്ല, കൊണ്ടിട്ടും അറിയുന്നില്ല എന്ന് തോന്നുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ വരക്കൽ ഉറൂസുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഉണ്ടായത്. ഇതിന് മുന്നേ ഒരു പരിപാടി ഉണ്ടായിരുന്നു, അതങ്ങനെ തൂറ്റിപ്പോയതാണ്, പോക്കിയതെന്ന് പറയാം. കാരണം ഇവരൊക്കെ ഒരു ഒറ്റയടിക്ക് അങ്ങോട്ട് തീരുമാനം എടുത്തിട്ട് ഞങ്ങൾ വിചാരിച്ച പോലെയാണ് നടക്കണം എന്ന് ചിന്തിച്ചാൽ ഇത് സമസ്തയാണ്, സമസ്തയുടെ പ്രവർത്തകന്മാരാണ്, സമുന്നതരായ നേതാക്കന്മാരാണ്. അവരൊക്കെ അവിടെ ഉണ്ട് എന്നുള്ളൊരു ബോധ്യം അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ്. അത് നടന്നിട്ടുണ്ട് 100%. അത് അവർക്കും അറിയാം. പിന്നെ ഒരു മുഖ്യപ്രഭാഷകനെ മാറ്റിയതിൻ്റെ പേരിൽ എങ്ങനെയൊക്കെയോ കഞ്ചി, ഞാൻ പറഞ്ഞില്ലേ, പിന്നെ എവിടെയൊക്കെ ഒരു ചെറിയൊരു പരിപാടിയാക്കി കൊടുത്തിട്ടുണ്ട്. അതിലും കുഴപ്പമില്ലേ, നമുക്ക് മനസ്സിലായില്ലേ. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച നടന്നപ്പോൾ പിന്നെ സ്വയഷ്ടപ്രകാരം നടത്തുന്ന പരിപാടിയെ ചോദ്യം ചെയ്ത് നമ്മുടെ നേതാക്കന്മാർ രംഗത്ത് വന്നപ്പോൾ അതിൽപ്പെട്ടൊരാൾ പറഞ്ഞു പോലും, അതായത് ഇതിനൊരു സമിതിയൊക്കെ ഇല്ലേ, ആ സമിതി എന്തുകൊണ്ടാണ് വിളിക്കാത്തത് എന്നൊക്കെ ചോദിച്ചപ്പം അതിൽപ്പെട്ട ഒരാൾ പറഞ്ഞു പോലും, ആളെ പേരൊന്നും ചോദിക്കണില്ല, പറഞ്ഞില്ല, അതിൻ്റെ ആവശ്യമില്ല, അവർക്ക് മനസ്സിലാൻ വേണ്ടിയാണ് പറഞ്ഞു പോലും. എന്ത് യോഗം വിളിച്ചാൽ ആരും വരൂല എന്ന്. അപ്പോൾ അടുത്ത വർത്താനായി, അതിന് മറുപടിയായി, യോഗം വിളിച്ചാൽ വരില്ല എന്ന് പറഞ്ഞാൽ യോഗം വിളിക്കലില്ല എന്ന് ഈ സമിതി അംഗങ്ങൾ കരയിലാണ് എന്ന് പറഞ്ഞപ്പോൾ ഒരാളെ പേര് പറഞ്ഞാൽ ആ ആളെ ഇന്ന ആളെ വരാറുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ 5 വർഷമായിട്ട് അതിലൊരു അംഗമായ ആളോട് ഞാൻ സംസാരിച്ചപ്പോൾ ഞാനുള്ള ഈ 5 കൊല്ലത്തിന് ഒരിക്കലും വിളിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. പിന്നെ എങ്ങനെ യോഗം വിളിക്കാറുണ്ട്, വിളിച്ചാൽ ആരും വരൂല എന്ന് പറയൽ? ഇതൊക്കെ നമ്മൾക്ക് എന്തപ്പോൾ നമ്മൾ പറയുക? ഇതൊക്കെ ഇപ്പോൾ എന്തിൻ്റെ പേരിലാണ്? 40 അംഗം, ഇനി കൂടുതലൊന്നും ഞാൻ പറയണ്ടല്ലോ. 5 കൊല്ലമായിട്ട് വിളിക്കാത്ത ഒരു പരിപാടിയെക്കുറിച്ചാണ് പറയുന്നത്. ഒരു പൊതുസമൂഹത്തിൻ്റെ എല്ലാവരും കൂടി ഒരു സദസ്സ് പറയുന്നത് എന്ത്? വിളിച്ചാൽ ആരും വരൂല. മനസ്സിലായില്ലേ? 5 കൊല്ലമായിട്ട് ആ സമിതിക്ക് അംഗമായി എടുത്തതിന് ശേഷം, കയറിയതിന് ശേഷം ഇന്ന് വരെ വിളിച്ചിട്ടില്ല എന്ന് പറയുന്ന ആളുകൾ. അപ്പോൾ ഇതൊക്കെ ജനങ്ങളറിയും, നാട്ടുകാരറിയും, ലോകരറിയും എന്നുള്ള തിരിച്ചറിവ് ഉണ്ടായാൽ എത്രയും പെട്ടെന്ന് രോഗങ്ങളൊക്കെ മാറും.
അള്ളാഹുത്തല നന്മയോടും നല്ല ശുദ്ധോദ്ദേശത്തോടും പോകാൻ വേണ്ടി അള്ളാഹുത്തല തോഫീക്ക് ചെയ്യട്ടെ. സ്വയം ഇഷ്ടപ്രകാരം ധിക്കാരത്തോടുകൂടി ആർക്കെങ്കിലും എന്ത് ചെയ്യാമെന്ന് മോഹം ഉണ്ടെങ്കിൽ തൽക്കാലം അതോടെ മാറ്റി വെക്കുക എന്നുകൂടി വിനയത്തോട് ഓർമ്മപ്പെടുത്തുന്നു. റബ്ബ് അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും.